നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ പരീക്ഷ വിശകലന വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ LD ക്ലർക്കിന്റെ പരീക്ഷ ഇന്ന് നടന്നിരുന്നു. ആ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശകലനമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. വളരെ ആദ്യമേ തന്നെ പറയും, ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ശരാശരി നിലവാരം മാത്രം പുലർത്തിയ ഒരു പരീക്ഷയാണ് എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് PSC നടത്തിയ പ്രധാനപ്പെട്ട പല പരീക്ഷകളും ഒക്കെ എഴുതിപ്പോയ ആളുകൾക്ക് അത്രയ്ക്ക് ഭയപ്പെടുത്തുന്ന ഒന്നും തന്നെ ഈ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നില്ല എന്നത് വലിയൊരു ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ വളരെ സമാധാനത്തോടുകൂടി പോയിട്ട് എഴുതി പരീക്ഷ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു പരീക്ഷയായിട്ട് നമുക്കിതിനെ വിലയിരുത്താനായിട്ട് സാധിക്കും പ്രഥമ ദൃഷ്ടിയിൽ. എന്നാൽ തലനാരിഴ കീറി നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ മാത്രമേ അതിലെ ന്യൂനതകള്, അതിലെ മെറിറ്റുകള്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ നോക്കിയാൽ കറണ്ട് അഫയേഴ്സ് 20 മാർക്കിന് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കറണ്ട് അഫയേഴ്സിന് പ്രത്യേകമായിട്ട് പഠനം നടത്തിയ ആൾക്കാരെല്ലാവരും ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ, നമ്മുടെ പല ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നത് പോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് സബ്ജക്ട് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു കൂടുതലും ചോദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കിന്റെ അനുപാതം നമ്മൾ നോക്കിയാൽ PSC കൊടുത്തിരുന്ന 5 മാർക്ക് 5 മാർക്ക് 10 മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അനുപാതം ഉണ്ടല്ലോ, അതിലൊക്കെ വ്യത്യാസമാണ്. കാര്യം എന്താ, ഈ കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഹിസ്റ്ററി പ്ലസ് എന്ന് പറയുന്നത് ഒരു 6 മാർക്ക് ഉണ്ടായിരുന്നു. ഹിസ്റ്ററിയും കറണ്ട് അഫയേഴ്സായി വരുന്ന കാര്യങ്ങളാണ്. അതേപോലെ ജിയോഗ്രഫി പ്ലസ് എന്ന് പറയുന്നത് 6 കാര്യങ്ങളാണ്. അതായത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ ചോദ്യം ചരിത്രമാണെങ്കിലും അവിടെ ബലൂചിസ്ഥാനുള്ള മേഖലയിൽ പാകിസ്ഥാനിലെ അവിടെ എന്താണ് പഷ്തൂണിസ്ഥാൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ശക്തിപ്പെട്ട് അവർ പ്രത്യേക രാജ്യം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചോദ്യം വന്നത് കറണ്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതാണ് പറഞ്ഞത് കറണ്ട് റിലേറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരു 6ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7ഓളം ചോദ്യങ്ങൾ, അല്ല 6ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് 7ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് ആക്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് 9ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. പിന്നെയോ ബയോളജിയും അതേപോലെ തന്നെ പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ നമ്മൾ നോക്കിയാൽ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ 8ഓളം ചോദ്യങ്ങൾ അതിൽ നിന്നുണ്ടായിരുന്നു. ഫിസിക്കൽ സയൻസും അതേപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും അടങ്ങിയ മേഖലയിൽ നിന്ന് രണ്ടും കൂടി ഉൾപ്പെടെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ 10ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, നമ്മുടെ സ്പോർട്സ് ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിലോ കറണ്ട് ഉൾപ്പെടെ അതിൽ നിന്നൊരു 6ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. IT ആണെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ ഒരു 5 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 70 ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്നുണ്ടായിരുന്നു. പെർഫെക്റ്റ് കറണ്ട് അഫയർ എന്ന് പറയാൻ പറ്റില്ല, സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഉണ്ടായിരുന്നു എന്ന് ചോദ്യപേപ്പർ നോക്കുന്ന ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ പതിവ് രീതി നമുക്കറിയാം. പതിവ് രീതി എന്താണ്, 10 മാർക്കിന്റെ മലയാളം, 10 മാർക്കിന്റെ ഇംഗ്ലീഷ്, 10 മാർക്കിന്റെ കണക്ക്. ഇതെന്താണ്, നമ്മളെല്ലാവരും തയ്യാറെടുത്ത് പോകുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ പരീക്ഷയിൽ എങ്ങനെയായിരുന്നു നിലവാരം വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട്, അതായത് ഈ അടുത്ത കാലത്ത് ഒന്നും തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ 3 മേഖലയ്ക്കും ഇത്രയും ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും. അതായത് അനാവശ്യമായിട്ട് നെഗറ്റീവ് വരുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഉദ്യോഗാർത്ഥി ഉണ്ടെങ്കിൽ ആ ഉദ്യോഗാർത്ഥിക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു ഈ ഏരിയ. കാര്യം എന്താ, സിമ്പിൾ ആയിട്ട്, അതായത് ഇംഗ്ലീഷ് 10ൽ 10 ചെയ്യാൻ പറ്റുന്നത് തന്നെയാണെന്ന് പറയാൻ പറ്റും. പക്ഷെ അതിൽ ചിലപ്പോൾ ആ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാനുള്ള ഒരു ചോദ്യം വന്ന് ചിലപ്പോൾ ആരെങ്കിലും തെറ്റിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 9 മാർക്ക് അവിടുന്ന് ചിലപ്പം കിട്ടിയെന്നിരിക്കും അല്ലെ. ഇനി അത് വിട്ട് കളഞ്ഞാൽ 9 മാർക്ക് ഉറപ്പാണ്. കണക്കിന്റെ മേഖലയാണെന്നുണ്ടെങ്കിൽ 8 കണ്ണും പൂട്ടി ചെയ്താലും കിട്ടുന്ന മാർക്കാണ്. കാര്യം പഠിച്ചിട്ട് പോകുന്ന ആളുടെ കാര്യമാണ് പറയുന്നത് അല്ലെ. പിന്നെ നമ്മൾ നോക്കിയാൽ മലയാളം മേഖലയിൽ നിന്ന് 2 എണ്ണം വേണമെങ്കിൽ മിസ്സാകും. എങ്ങനെ നോക്കിയാലും ഒരു 25 ഹൈ മാർക്ക് നമുക്ക് നേടാൻ പറ്റും. 25-25 മുകളിൽ നേടാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട്. ഇതിൽ 24 എന്തായാലും കിട്ടിയിരിക്കും. നമ്മൾ പറയുന്നത് ആരുടെ കാര്യമാണെന്ന് ഓർക്കണം. നമ്മൾ പറയുന്ന എക്സാം അനാലിസിസ് ആൻഡ് കട്ട് ഓഫ് ആണ്. കട്ട് ഓഫ് എന്ന് പറയാൻ നേരത്ത് നമുക്കറിയാം ഏകദേശം 1,40,40,000 ആളുകളാണ് ഈ പറയുന്ന പരീക്ഷ കൺഫർമേഷൻ കൊടുത്ത ആളുകൾ എന്ന് പറയുന്നത്. പരീക്ഷ എഴുതാനായിട്ട് ഒരു 1,15 ലക്ഷത്തോളം ആളുകൾ പോയിട്ടുണ്ടെന്ന് കണക്കാക്കാം നമുക്ക്. കാരണം ജില്ല, ദൂരം ഇതൊക്കെ വെച്ചുകൊണ്ട് കുറെ ആൾക്കാർ പോയി കാണുന്നില്ല. അപ്പോൾ ഒരു 1,15 ലക്ഷത്തോളം ആൾക്കാരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവരിടുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു 1250 പേരുടെ മെയിൻ ലിസ്റ്റ് ഒക്കെയാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ സാധ്യത എന്ന് പറയുന്നത് 100ൽ ഒരാൾക്കാണ്. അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതിയ ആളുകളിൽ 100 പേര് എടുത്തു കഴിഞ്ഞാൽ 99 പേരും 25ൽ താഴെയായിരിക്കും മാർക്ക് സ്കോർ ചെയ്തിരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു അനുമാനം. ഒരാളായിരിക്കും 25 എന്ന് പറഞ്ഞുള്ള മാർക്ക് അല്ലെങ്കിൽ അതിന് മുകളിൽ നേടിയിട്ടുള്ള ആളുകൾ. അതാണ് പറയുന്നത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യത 25, 25ൽ കുറയാത്ത മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത മേഖല നമുക്കറിയാം അല്ലെ, ഈ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ സയൻസ്, അതേപോലെ തന്നെ നമ്മുടെ ബയോളജിയും പബ്ലിക് ഹെൽത്തും ഒക്കെ ഉൾപ്പെടുന്ന ഈ ഒരു സയൻസ് മേഖലയുണ്ട്. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ 18 മാർക്കാണ് അവിടെ വന്നിരിക്കുന്നത്.
അവിടെ നിന്നും വലിയ കാര്യമായിട്ടൊന്നും മാർക്ക് പോകത്തില്ല. കാര്യം കടുകട്ടി സയൻസ് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ആ ഒരു മേഖലയിൽ നിന്ന്, അല്ലെ? ആ ഒരു മേഖലയിൽ നിന്ന് കടുകട്ടിയായിട്ടുള്ള സയൻസ് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് ഈ പറഞ്ഞിട്ടുള്ള 18 മാർക്കിൽ ഒരു 12 മുകളിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന, അല്ലെ? 18 12 മാർക്കെങ്കിലും കിട്ടിയിരിക്കും. ഏറ്റവും കുറഞ്ഞത് 18 12 മാർക്കെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് കിട്ടിയിരിക്കുന്നതാണ് എന്ന് നമുക്കറിയാൻ പറ്റും. അതേ സയൻസ് പഠിച്ചിട്ടില്ലാത്ത ഒരാളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 18 12 മാർക്കും നേടുന്ന ആ ഒരു കാര്യം നമുക്കറിയാൻ പറ്റും. പിന്നെ ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, സയൻസ് എന്ന് പറയാൻ നേരത്ത് 6 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 5ഉം കിട്ടത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ആണെങ്കിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, കറണ്ട് റിലേറ്റഡ് ഉണ്ടായിരുന്നു. അതിൽ 3ൽ കുറയാത്ത ചോദ്യങ്ങൾ ഏതൊരു ആൾക്കും കിട്ടുന്നതാണ് എന്ന് നമുക്കറിയാം, അല്ലെ? അപ്പൊ നമ്മൾ നോക്കിയാൽ മാർക്കുകൾ നമുക്ക് ഇങ്ങനെ വന്ന് ഇമ്പോർട്ടന്റ് ആക്ട് ആണെങ്കിൽ 9 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 9 ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ആ ഒരു മേഖലയിൽ നിന്ന് 9ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ കേരള ഗവേണൻസ് ആണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. നമുക്ക് അതിൽ നിന്ന് ഒരു 9ഓളം ചോദ്യങ്ങൾ പെടുത്താൻ പറ്റുന്ന ചോദ്യങ്ങൾ, കേരള ഗവേണൻസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പെടുത്താൻ പറ്റുന്ന ചോദ്യങ്ങൾ ഒരു 7ഓളം ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ 6ഓളം ചോദ്യങ്ങൾ, എക്കണോമിക്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് 7ഓളം ചോദ്യങ്ങൾ, ജോഗ്രഫിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് 6, ഹിസ്റ്ററിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ 6, അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മേഖല എന്ന് പറയുന്നതാണ് പല ആളുകൾക്കും ഒരല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം എന്താണ്? ഈ ഒരു മേഖലയിൽ നിന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതലും വന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതലും പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വിഷയത്തെ പഠിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ വിഷയം പഠിക്കണമെന്നുണ്ടെങ്കിൽ വിഷയത്തെക്കുറിച്ച് അറിവ് വേണം നമുക്ക്. അങ്ങനെ വിഷയം എന്താണ്, എങ്ങനെയാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ കുറിച്ച് ചോദിച്ച ചോദ്യം എന്ന് പറയാൻ നേരത്ത് ഹിസ്റ്ററി ആയിട്ട് കണക്കാക്കുന്ന ആളുണ്ടാവും. പക്ഷെ പത്രം വായിക്കുന്ന ഒരാളാണ് ആൾക്ക് പറയാൻ പറ്റുന്നത് കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാനിൽ നടക്കുന്ന പഷ്തൂണിസ്ഥാൻ മൂവ്മെന്റിന് ഇന്ത്യ നൽകുന്ന പിന്തുണയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യമാണെന്ന് പത്രം വായിക്കുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. അല്ലെങ്കിൽ അയാൾ ഹിസ്റ്ററി ചോദ്യമായിട്ട് തന്നെ അതിനെ കണക്കാക്കും. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇതിൽ എനിക്കുള്ള സന്തോഷം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പഠിപ്പിച്ച മേഖല, അതായത് ക്ലാസ്സുകൾ സമ്പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുള്ള മേഖല എന്ന് പറയുന്നത് ഹിസ്റ്ററി കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്തതാണ്, ജിയോഗ്രഫി കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവേണൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്രയും മേഖലകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫ്രീ ക്ലാസ്സിലൂടെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നതാണ്. പ്രത്യേകം പ്ലേലിസ്റ്റും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഇതിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഈ മേഖലയിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ കറന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മുടെ ബാസിസ് അക്കാഡമിയുടെ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സബ്ജക്ട് വൈസുള്ള ക്ലാസ്സുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റിൽ ചോദ്യം വന്നിട്ടുള്ള മേഖലകളും ഇനി വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുവാനുള്ള വീഡിയോകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒരു 160ഓളം വീഡിയോകളും ഉണ്ടാവും. ആ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രത്യേകം ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സംശയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് കാണാം. ഇനി പഠിച്ചു കൂടുതൽ മാർക്ക് നേടാനായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ആദ്യമേ തന്നെ പറയുകയാണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. പുസ്തകം വായിച്ച് സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് വിടുന്ന ക്ലാസ് അല്ല. ഇതേപോലെ ബോർഡിൽ എഴുതി പഠിച്ചു പഠിപ്പിക്കുന്ന ക്ലാസ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ എന്ന് പറയുന്നത് 90% അല്ലെങ്കിൽ 95% ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ക്ലാസ് അല്ല. 5% താഴെ വരുന്ന ആളുകൾക്ക് മാത്രം ഇഷ്ടപ്പെടുകയുള്ളൂ. അത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? റയർ ആൾക്കാരായിരിക്കും. അവരാണ് ഈ പറയുന്ന റാങ്ക് പട്ടികയിൽ വരുന്ന ആൾക്കാർ. നമ്മൾ പറഞ്ഞില്ലേ, ഒരു 99ൽ 1 എന്ന് പറഞ്ഞില്ല, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ വെച്ചാൽ നിങ്ങളുടെ മെമ്മറി എന്ന് പറയുന്നത് ഷാർപ്പായിരിക്കും. സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ വായിച്ചു നോക്കി പോകും, പക്ഷെ ഓർമ്മയിൽ കിട്ടില്ല. പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അതും കഥ പോലെ പഠിപ്പിക്കുകയും കൃത്യമായിട്ട് ഓർമ്മയിൽ കിട്ടും. അപ്പൊ നമ്മളുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത ആ ക്ലാസ്സുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, മാർക്ക് വന്നിട്ടുള്ള ക്ലാസ്സുകൾ, ഇനി വരാൻ സാധ്യതയുള്ള ക്ലാസ്സുകൾ എല്ലാം അവർ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹോട്ട് ടോപ്പിക്സ് എന്ന പേരിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്ന. പിന്നെ സബ്ജക്ട് വൈസുള്ള ക്ലാസ്സുകൾ, ഇത്രയും മേഖലയിൽ നിന്നുള്ള ക്ലാസ്സുകൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് നമുക്കുണ്ട്. അതും കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാർക്ക് കിട്ടും. ആപ്പും ചീപ്പും ഒന്നുമില്ല, യൂട്യൂബിലെ ക്ലാസ്സുകൾ മാത്രമാണ് അതിൽ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ ഇതേ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളിൽ പലരും ഈ ഒരു എക്സാം അനാലിസിസ് കാണാൻ വരുന്ന ആൾക്കാരാണ്, പക്ഷെ പലരും ആ ക്ലാസ്സുകൾ കാണാത്ത ആൾക്കാരാണ്. ക്ലാസ്സുകൾ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുള്ളത് കൂടിയാണ്. ഇനി അതേപോലെ നോക്കിയാൽ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് LDCയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു എക്സാം സീരീസ് നടത്തിയിട്ടുണ്ടായിരുന്നു, ടെസ്റ്റ് സീരീസ്. അത് കഴിഞ്ഞ ദിവസം പൂർത്തിയായിരിക്കുകയാണ്. 100 പരീക്ഷകളും അതേപോലെ ഒരു സബ്ജക്ട് വൈസുള്ള ടെസ്റ്റ് സീരീസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ആ പരീക്ഷ എഴുതിയ ആളുകളെ സംബന്ധിച്ചും അതിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ തന്നെ, അല്ലെങ്കിൽ അതാത് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പരീക്ഷ തന്നെയാണ് ഇവിടെ നടന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന, ടെസ്റ്റ് സീരീസ് എന്നുള്ള കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പൊ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 9846183166 എന്ന ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും. ഇപ്പോൾ ഇത് പറയുമ്പോൾ കമന്റ് ബോക്സിൽ ആരെങ്കിലും ഒക്കെ എന്തായിരിക്കും കമന്റുകളൊക്കെ ആവശ്യമായിട്ടൊക്കെ ഇടും.
അത് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. കാര്യം ഇത് ഞങ്ങൾ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ വേറെ ആരും പറയില്ല. ഞങ്ങളുടെ ചാനലിൽ ഞങ്ങളുടെ ഒരു വ്യൂ ഇടാൻ നേരത്ത് ഞങ്ങളുടെ ഒപ്പീനിയൻ ഞങ്ങൾ പറയുന്നു. കേൾക്കാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തോ, അതല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്കിപ്പ് ചെയ്തോ പോകാവുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്. എന്താണ്, ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം പഠിപ്പിച്ച മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ജോഗ്രഫിയിൽ നിന്നായാലും എക്കണോമിക്സിൽ നിന്നായാലും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നായാലും കംപ്ലീറ്റ് ചോദ്യങ്ങൾ ഞങ്ങൾ ടച്ച് ചെയ്ത മേഖലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതെല്ലാം ഫ്രീ ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ഇനി പരീക്ഷ എഴുതാനുള്ളവരുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പ്രയോജനം കിട്ടും എന്ന് മാത്രം പറയുന്നു. താല്പര്യമുണ്ടെങ്കിൽ മാത്രം പോയി കണ്ടാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ രീതി വെച്ച് നോക്കിയാൽ ഇന്നത്തെ ഈ ഒരു പരീക്ഷ ഒരുമാതിരിപ്പെട്ട ആൾക്കാർ നമുക്കറിയാല്ലേ, ഒരു രീതിയുണ്ട്. നമ്മുടെ സർക്കാരിന്റെ ഒരു രീതി നമുക്കറിയാം. അതായത് 2026 അവരുടെ തെരഞ്ഞെടുപ്പ് വരും. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ നിലവിലുള്ള റാങ്ക് പട്ടികയിലുള്ള ആൾക്കാരെ തൂത്തുപെറുക്കി അവർ എടുക്കും. എന്നിട്ട് റാങ്ക് പട്ടികയിൽ നിന്ന് കംപ്ലീറ്റ് ആൾക്കാരെ ഞങ്ങൾ എടുത്തു, ഇനി വരാനിരിക്കുന്ന റാങ്ക് പട്ടികയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ കൂടുതൽ ആൾക്കാരെ എടുക്കും എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇപ്പോഴുള്ള റാങ്ക് പട്ടിക തീർത്തെടുത്തിട്ട് ഇനി വരാനിരിക്കുന്ന ഇലക്ഷന്റെ സമയത്ത് വരുന്ന റാങ്ക് പട്ടികയിൽ അവർ വലിയ റാങ്ക് പട്ടികയായിരിക്കും ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റിനെ അനുകൂലിക്കും. അതാണ് അവരുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് സാമാന്യ ഒരു മെച്ചപ്പെട്ട റാങ്ക് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞതിനേക്കാൾ കുറച്ചുകൂടിയെങ്കിലും കൂടുതലുള്ള ഒരു റാങ്ക് പട്ടിക നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ മാർക്ക് എങ്ങനെയായിരിക്കും വരുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം അല്ലെ. നമ്മൾ പറഞ്ഞ കാര്യം വെച്ച് നോക്കിയാൽ 25 മാർക്ക്, അതായത് ഈ 99-ൽ ഒരാൾ മാത്രമേ റാങ്ക് പട്ടികയിൽ വരികയുള്ളൂ. ഏകദേശം ഒരു 1250 പേരുടെ റാങ്ക് പട്ടികയാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കണക്കാണ് ഈ വരാൻ പോകുന്നത്. കൂടിയാലും കുറഞ്ഞാലും നമുക്കൊന്നും, നമ്മൾ ഈ ഒരു കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. 1250 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഓരോ മേഖലയിൽ നിന്ന് എത്രത്തോളം മാർക്ക് നേടുന്ന ആൾക്കാരുണ്ടാവും എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കിയാൽ ഈ 70 മാർക്കിൽ നിന്ന്, അതായത് GK-യും സയൻസും ഉൾപ്പെടെയുള്ള 70 മാർക്കിൽ നിന്ന് എത്ര മാർക്ക് നേടുന്ന ആൾക്കാരുണ്ടാവും? 70 മാർക്കിൽ നിന്ന് അല്ലെ നമ്മൾ നോക്കിയാൽ എത്ര കാണും? 25 മാർക്ക് നമുക്ക് ഓൾറെഡി 30-ൽ നിന്ന് കിട്ടി. പിന്നെ ഉള്ളത് ഈ 70ആണ്. ഇതിൽ നിന്ന് തന്നെ സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു 10-20ഓളം ചോദ്യങ്ങൾ ഉണ്ട്. അത് മാറ്റിയാൽ ബാക്കിയുള്ള ചോദ്യങ്ങളും ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നോക്കിയാൽ പല ആൾക്കാരും എന്ത് ചെയ്യും, ഒരു 50 എണ്ണം വരെയൊക്കെ അങ്ങോട്ട് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഒരു 75ഓളം ചോദ്യങ്ങളെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ 75-ന് മുകളിൽ ചെയ്തിട്ടുള്ള കുട്ടികളായിരിക്കും ഉണ്ടാവുക. അതായത് ഇംഗ്ലീഷ്, സയൻസ്, മാത്സ് മേഖലയിൽ നിന്ന് 25ഓളം ചോദ്യങ്ങളെങ്കിലും ചെയ്യും. അതേപോലെ തന്നെ ഈ പറയുന്ന മേഖല, നമ്മുടെ GK മേഖലയിൽ നിന്ന് പലരും കയറി എന്ത് ചെയ്യും, 50-ന് മുകളിലും ചെയ്യാനായിട്ടുള്ള സാധ്യത. അങ്ങനെ ഒരു 75ഓളം മാർക്കൊക്കെ നേടാമെന്ന് കണക്കാക്കുന്ന കുട്ടികളും ഉണ്ട്. പക്ഷെ ഓർക്കുക, ഇത്രയും മേഖല വളരെ ഈസി ആയിട്ട് 25 മാർക്ക് കിട്ടി. ഇവിടെ നമ്മുടെ സയൻസ് മേഖലയിലും ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, IT മേഖലയിലും അങ്ങനെ ചെന്ന് കഴിയാൻ നേരത്ത് അവിടെയും വളരെ ഈസി ആയിട്ട് കിട്ടുന്നു അല്ലെ. അപ്പൊ നോക്കുമ്പോൾ എന്താ കാണുന്നത്, അവർക്കെല്ലാം ഈസി 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 എന്ന രീതിയിൽ തോന്നുമ്പോൾ ഇപ്പുറത്ത് കിടക്കുന്ന കുറച്ച് ചോദ്യങ്ങളും ഉണ്ട്. നേരെ അതിലും കൂടി അങ്ങോട്ട് കയറി കൈവെക്കും. അതിലും കൂടി അങ്ങോട്ട് നേരെ കയറി കൈവച്ച് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള മേഖലയിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ കേരള ഗവേണൻസും ഇമ്പോർട്ടന്റ് ആക്ടും ഒക്കെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു അല്ലെ. ഈ ഒരു മേഖലയിലുള്ള മാർക്കുകൾ, അതായത് 12, 18, 18, 18, 7, 25, ഒരു 25 മാർക്ക് ഈ പറഞ്ഞ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ആ 25 മാർക്ക്, ആ 25 മാർക്കിലായിരിക്കും പല ആളുകൾക്കും എന്താണ് കൈവിട്ട് പോയിട്ടുണ്ടാവുക. അവിടെ കുറച്ച് നെഗറ്റീവുകളും ഒക്കെ അടിച്ചു വരാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും, പല ആളുകൾക്കും നല്ല രീതിയിൽ നെഗറ്റീവ് സംഭവിക്കും. അതായത് ഒരു 75ഓളം ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരിയായിട്ട് 75ഓളം ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിൽ എന്തായിരിക്കാം കുറച്ച് നെഗറ്റീവ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. 75 മുകളിലുള്ള ആൾക്കാരും ഉണ്ടാവും. ഇങ്ങനെ നോക്കിയാൽ ഇവർക്ക് ഒരു 10% എററുകളൊക്കെ സംഭവിച്ചു ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വരും, ഒരു 68 എന്ന റേഞ്ചിലേക്ക് ഇവർ വരും അല്ലെ. പിന്നെ അതിന് വീണ്ടും നെഗറ്റീവ് വന്നു കഴിയണമെന്നുണ്ടെങ്കിൽ അല്ലെ ഒരു 2 മാർക്ക് കൂടി അങ്ങോട്ട് നഷ്ടപ്പെടും. അപ്പൊ ഒരു 65 എന്നൊരു റേഞ്ചിലേക്ക് ഇവർ വരും. ഒരു 65 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു പരീക്ഷയ്ക്ക് വളരെ സേഫ് ആയിട്ടുള്ള മാർക്കാണ്. 65 മാർക്കിന് മുകളിൽ നേടിയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റാങ്ക് പട്ടിക, അല്ലെങ്കിൽ ഇത്ര ഒരു 1250 പേരുടെയൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ജോലി കിട്ടാനും പര്യാപ്തമായ ഒരു റാങ്കാണ്. എന്നാലും കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ PSC ഇടുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, ഈ പരീക്ഷ എഴുതുന്ന ആൾക്കാരിൽ പലരും മറ്റു പല റാങ്ക് പട്ടികയിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ നിയമനം എന്ന് പറയുന്നത് കിട്ടിയവർ പോകും, NGD ഒക്കെ ഒരുപാടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 60 വരെ താഴാവുന്ന ഒരു റേഞ്ച് ഉണ്ട്. പിന്നെയോ 65-നും ഇടയിലേക്ക് വരാനുള്ള സാധ്യതയാണ് നമ്മുടെ ഒരു പ്രാഥമിക നിഗമനത്തിൽ കാണുന്നത്. ഏത് ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ, ഇനി ആ കൂടുതൽ ആളുകളെ പബ്ലിക് സർവീസ് കമ്മീഷൻ എടുക്കുകയാണെങ്കിൽ, കൂടുതൽ ആളുകൾ എടുക്കുക എന്ന് വെച്ചാൽ റാങ്ക് പട്ടിക വിപുലമാക്കുകയാണെങ്കിൽ 60-ന് താഴേക്കും വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രത്യേകം ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു പരീക്ഷ തിരുവനന്തപുരം ജില്ലയിലേക്ക് മാത്രമാണ് നടന്നത്. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലേക്ക് മാത്രം നടന്ന ഈ ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരുപാട് മത്സരക്ഷമത കൂടുതലുള്ള ആൾക്കാർ വന്നിരുന്നു. കാര്യം എന്താണ്, അവിടെ നിയമനം കൂടുതൽ നടക്കുന്നതാണ്, സർക്കാർ ഓഫീസുകൾ കൂടുതലുണ്ട്. അതുകൊണ്ട് അന്യ ജില്ലക്കാരായിട്ടുള്ള ആളുകൾ പോലും വന്ന് തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷ എഴുതുന്നുണ്ട്. കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്ക് ഇന്നത്തെ പരീക്ഷയിൽ 60-65 മാർക്കിനകത്ത് ഒരു കട്ട് ഓഫ് വരുമെന്നുള്ളൊരു സാധ്യതയാണ് നമ്മുടെ ഒരു നിഗമനം എന്ന് പറയുന്നത്.
ഇനി കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിലും ചിലപ്പോൾ മാർക്ക് കുറഞ്ഞേക്കാം. എന്നാലും 65 മാർക്കിൽ കൂടുതൽ നേടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ജോലി ഉറപ്പായിട്ട് ലഭിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് നമ്മുടെ അക്കാഡമിയുടേത്. അപ്പോൾ ഈ പരീക്ഷ എഴുതിയ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.